കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്ത് താൻ 3.5 വർഷത്തോളം പരസ്യ ശുശ്രൂഷ നടത്തിയ കാലത്ത് ഒരുപാട് രോഗികളെ, തൻ്റെ അരികിൽ വന്ന എല്ലാ രോഗികളെയും കർത്താവ് സൗഖ്യമാക്കി. ബന്ധനസ്ഥരെ അവൻ വിടുവിച്ചു, ദുഃഖിതർക്ക് അവൻ ആശ്വാസം പകർന്നു, ഭൂതഗ്രസ്തരെ സ്വതന്ത്രരാക്കി. കർത്താവ് കുരുട്ട് കണ്ണുകൾക്ക് കാഴ്ച നൽകി, ചെകിട്ട് ചെവികൾക്ക് കേൾവിശക്തി നൽകി. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തുകൊണ്ടാണ് കർത്താവ് തൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം ഈ ലോകത്തോട് അറിയിച്ചത്. പ്രിയപ്പെട്ടവരെ, രാജ്യത്തിൻ്റെ സുവിശേഷം യേശു കർത്താവ് പറയുമ്പോൾ അത് എത്ര വലിയ ഒരു ഗൗരവമേറിയ ഒരു കാര്യമാണെന്ന് നമ്മൾ അറിയണം. അത് തിരിച്ചറിയുവാൻ വേണ്ടിയും അത് നമുക്ക് കേൾക്കുന്നവർക്ക് ഉറപ്പിക്കുവാൻ വേണ്ടിയുമാണ് കർത്താവ് വലിയ വീര്യപ്രവൃത്തികളും അത്ഭുതങ്ങളും ചെയ്തത്. ഒരിക്കൽ തൻ്റെ അരികിൽ വന്ന ആ പക്ഷവാത രോഗിയോട് യേശു പറഞ്ഞു, നിൻ്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചോദിക്കുകയാണ്, ചുറ്റിനും കൂടിയിരുന്നവർ യേശുവിനെ ഒരു അല്പം പരിഹാസഭാവത്തോടെ നോക്കിയിരിക്കുമ്പോൾ ആ പരിഹാസം തിരിച്ചറിഞ്ഞ് യേശു അവരോട് പറയുകയാണ്, ഏതാകുന്നു എളുപ്പം, കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുന്നതാണോ എളുപ്പം, അതോ നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതാണോ എളുപ്പം? വാസ്തവത്തിൽ ഒന്നാലോചിച്ച് നോക്കി, പാപങ്ങൾ മോചിച്ചു തന്നു എന്ന് പറയുമ്പോൾ പാപമോചനം എങ്ങനെ സംഭവിക്കുന്നു, എപ്പോൾ സംഭവിക്കുന്നു, അതാരും അറിയുന്നില്ല. എന്നാൽ തളർന്നു കിടക്കുന്ന ഒരാളോട് നീ എഴുന്നേറ്റ് നിൻ്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുമ്പോൾ, അത് പറയുമ്പോൾ തന്നെ ആ ആൾ എഴുന്നേറ്റ് നടക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് പറയുന്ന ആളുടെ അധികാരവും ആ പറയുന്ന വാക്കുകളുടെ ഗൗരവവും വ്യക്തമായിട്ട് അവിടെ ചുറ്റിനും കൂടി ഇരിക്കുന്നവർക്ക് മനസ്സിലാകും. അതിനുവേണ്ടി അവർക്കെല്ലാം അത് തിരിച്ചറിയേണ്ടതിനായിട്ട് കർത്താവായ യേശു ക്രിസ്തു ആ തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച് നടത്തി തൻ്റെ വാക്കിനാൽ. അതുപോലെ തന്നെ ലാസർ യേശുവിൻ്റെ വളരെ പ്രിയ സ്നേഹിതനായിരുന്നു. ലാസർ മരിച്ച് താൻ അടക്കം ചെയ്യപ്പെട്ടു, നാറ്റം വെച്ചു. അങ്ങനെ ഒരു സമയത്താണ് കർത്താവ് അവിടെ കടന്നു ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ലാസറിൻ്റെ സഹോദരി വളരെ ദുഃഖത്തോടെ പറയുക, കർത്താവെ, നീ നേരത്തെ വന്നിരുന്നെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ ഒഴിവായി കിട്ടിയേനെ, എൻ്റെ സഹോദരൻ ഇങ്ങനെ മരിക്കുകയില്ലായിരുന്നു എന്ന് യേശുവിനോട് പറഞ്ഞു. പക്ഷേ കർത്താവ് എല്ലാം വളരെ കണക്ക് കൂട്ടി വളരെ കൃത്യമായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ തനിക്ക് ചുറ്റിനും കൂടിയിരുന്നവർ പൂർണ്ണമായിട്ട് യേശുവിനെ വിശ്വസിക്കേണ്ടതിനായിട്ട് യേശു വിളിച്ചു പറയുകയാണ്, ലാസറെ പുറത്തു വരിക. ആ ശബ്ദം കേട്ട ഉടൻ തന്നെ മരിച്ച് നാറ്റം വെച്ചവനായ ലാസർ കല്ലറ വിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, നോക്കിയേ, അങ്ങനെ ഒരു അത്ഭുതം നടക്കുമ്പോൾ അവിടെ കൂടിയിരിക്കുന്നവർക്ക് മുഴുവൻ യേശു പറഞ്ഞത് സത്യമാണ്, യേശുവിൻ്റെ പ്രസംഗങ്ങളെല്ലാം വചനങ്ങളെല്ലാം സത്യമാണെന്ന് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഇന്ന് നമുക്കും യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ, വീര്യപ്രവൃത്തികൾ നടക്കുമ്പോൾ പ്രസംഗിക്കപ്പെടുന്ന ദൈവവചനം സത്യമാണെന്നുള്ള സത്യം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. കഴിഞ്ഞ ഞായറാഴ്ച കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദർ പ്രസംഗിച്ച മനോഹരമായൊരു സന്ദേശമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ യേശു കർത്താവ് ഈ ലോകത്ത് നിത്യജീവനെക്കുറിച്ച് പ്രസംഗിച്ചു. അപ്പോൾ തന്നെ താൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തു. എന്തിനു വേണ്ടിയാണ് ഈ അത്ഭുതങ്ങൾ ചെയ്തത്, അടയാളങ്ങൾ ചെയ്തത്, വീര്യപ്രവൃത്തികൾ ചെയ്തത്? അത് താൻ പ്രസംഗിച്ച രാജ്യത്തിൻ്റെ സുവിശേഷം ജനഹൃദയങ്ങളിൽ ആഴത്തിൽ പതിക്കുവാൻ വേണ്ടി. അവർ അത് സത്യമാണെന്ന് വിശ്വസിച്ച്, ഇത് ഭോഷ്കല്ല, ഇതൊരു കളിതമാശ അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിത്യജീവനെ പ്രാപിക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ആ അത്ഭുതങ്ങൾ ചെയ്തത്. അതിനെക്കുറിച്ച് വളരെ മനോഹരമായൊരു സന്ദേശമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ വേണം ഈ സന്ദേശം കേൾക്കുവാൻ. ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് നമുക്ക് സന്ദേശം കേൾക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷ എന്ന് പറയുന്നത് സാമ്പത്തിക വിടുതലും രോഗസൗഖ്യവും അതിൻ്റെ പാക്കേജിൻ്റെ ഒരു ഭാഗമാണ്, അതിൻ്റെ ഒരു അടയാളം എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത്, എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം പറയാണ്, ഹൗ ഷാൽ വി എസ്കേപ്പ് if we neglect so great a salvation, which first began spoken by the Lord and confirmed to us by those who heard him, God also bearing witness. വായിച്ചേ.
കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷ്യം നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്രയും വലിയ രക്ഷ നമ്മുടെ മധ്യത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ, ഇത് മുഴുവൻ എന്തിനു വേണ്ടിയാണെന്ന് വചനം പറയുന്നത്? God is attesting something very greater. അത്ഭുതമുണ്ട്. ഇന്ന് പകലും ഈ സഭായോഗത്തിൽ വന്നിരിക്കുന്നവർ എത്ര സങ്കീർണമായ രോഗവിഷയമാണോ സൗഖ്യമായേ മതിയാകത്തുള്ളൂ. വിശ്വാസികളോട് ഒരു കാര്യം പറയാം, വിശ്വസിച്ചിരിക്കുന്നവരോട് ഒരു കാര്യം പറയാം. ശരീരത്തിൽ ഡോക്ടേഴ്സ് പറയുന്നത്, മെഡിക്കൽ ചെക്കപ്പ് പറയുന്നത് എന്തുമായിക്കോട്ടെ, ഈ ശരീരത്തിൽ വചനം പറയുന്നത് നിങ്ങളിൽ പരിശുദ്ധാത്മാവ് ഈ മൃത്യു ശരീരത്തിന് ജീവൻ നൽകുന്നതാണ്. ഹല്ലേലൂയ. വചനം എഴുതിയിരിക്കുന്നത് ഏറ്റെടുക്കാനാ, വചനം തന്നിരിക്കുന്നത് ഉപയോഗിക്കാനായിട്ടാ. ഹല്ലേലൂയ. ഇതെല്ലാം ഈ ലോകത്തിൽ അത്ഭുതകരമായൊരു ജീവിതമുണ്ട്. പക്ഷെ ഇത് ഒരു അടയാളമാണ് വരുവാനിരിക്കുന്ന വലിയ രക്ഷയുടെ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാട്ടെ. ആ ഭാഗം ഒന്നുകൂടെ വായിക്കാൻ പോവുക. ഇത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്. ഹല്ലേലൂയ. How can we neglect such a great salvation? ഇത്രയും വലിയ രക്ഷയെ ആ ഭാഗം മുതലൊന്ന് വായിക്കാവോ? കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും. ഞാൻ ഇവിടെ ഇരിക്കുന്ന അവരോട് ചോദിക്കട്ടെ, ഒരു അത്ഭുതമെങ്കിലും ജീവിതത്തിൽ ലഭിച്ചവ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. അത് ഒരു അടയാളമായിരുന്നു. കാറ്റെന്ന് പറയുന്നത് കാണാൻ മേല, ഒരു അടയാളമാണ്. എന്തിൻ്റെ അടയാളം? എന്തോ വലുതിൻ്റെ അടയാളമാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുവെന്നും നാം വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസം കറക്റ്റാന്ന് ദൈവം അറ്റസ്റ്റ് ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. ഓരോ പ്രാവശ്യവും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുമ്പോൾ അത്ഭുതമേ എന്ന് പറഞ്ഞ് നിൽക്കാതെ അതിനേക്കാളും അപ്പുറം എൻ്റെ രക്ഷ എത്ര വലുതാണെന്ന് ഉറപ്പാക്കണം. രക്ഷ എന്ന് പറയുമ്പോൾ ദൈവം എന്നെ വിളിച്ചു വരുത്തി ഒരു ദേശത്തിലേക്ക് കൊണ്ടുപോകുക. രണ്ട് കാര്യത്തിൽ ഒരു കാര്യം നിശ്ചയമാണ്. ഒന്ന്, നമ്മൾ മാറ്റപ്പെടും, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുമ്പം കർത്താവ് വരും. രണ്ടിൽ ഒരു ഒറ്റ കാര്യം കോമൺ ഉണ്ട്, നമ്മൾ എല്ലാവരും നമ്മുടെ കാന്തനെ കാണുക തന്നെ ചെയ്യും. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും. നിങ്ങളുടെ ബൈബിളിൽ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിക്കേ. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും. കർത്താവ് പറഞ്ഞ ഇത്രയും വലിയ രക്ഷ. ഞാൻ പറയാം, ലോകത്തിൽ ഒന്നിനും നിങ്ങളെയും എന്നെയും തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. നമ്മൾ നോക്കിക്കേ, എന്തു വേണമെങ്കിലും, സമ്പത്തായിക്കോട്ടെ, പൈസക്കാരെ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സാമ്പത്തികമായ ആ എത്ര ഉണ്ടായാലും പിന്നെയും ഉണ്ടാക്കാനുള്ള എന്നാ പറയണ്ടേ, ദ്രവ്യാഗ്രഹം എന്നല്ല പറഞ്ഞ, ആർത്തി, വ്യഗ്രത, സ്ഥാനമാനങ്ങൾ കിട്ടുന്നത്. ഒരിക്കലും ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഇത്രയൊക്കെ മതിയെന്ന്. ഇല്ല, ഇനിയും ആകണം. പക്ഷെ തൃപ്തി വരുന്ന ഒരുവനുണ്ട്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പണ്ടൊരു ശമരിയ സ്ത്രീയെ കണ്ടപ്പോൾ, അവളുടെ ജീവിതത്തിൽ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. 5 ഭർത്താവിനും തൃപ്തിയാകാതെ 6ാമത്തെ ഒരുത്തൻ്റെ കൂടെ ഇപ്പം താമസിക്കുന്നത്. അവളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും ദാഹം മാറുന്നില്ല. അതാ യേശു തന്നെ കൺഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ യേശു പറയും, ഞാൻ തരുന്ന ഒരു വെള്ളമുണ്ട്, ഞാൻ തരുന്ന ഒരു രക്ഷ. അതാ രക്ഷയെക്കുറിച്ച് അവിടെ താൻ പറയുന്നത്. വാട്ട് ഐ വിൽ ഗിവ് യു, ഞാൻ തരുന്നത്. വിശ്വാസികൾ പലപ്പോഴും വിശ്വസിച്ചത് യേശുവിനെ അത്ഭുതം അടയാളം കണ്ടുകൊണ്ട് ഇറങ്ങിയത്. പക്ഷേ ഒരു ദിവസം ഒരു കാര്യം നടക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം വിട്ട് പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഇതല്ല, അതാ പരവെറുപ്പ് തുടങ്ങുക. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്ന അതല്ല. എങ്ങനെയാണോ ആരംഭിച്ചത് അതിനേക്കാളും തേജസ്സോടെ, തീക്ഷ്ണതയോടെ മുന്നോട്ട് പോകണം. കാരണം നാം വിശ്വസിച്ചതുപോലെ തന്നെ അവൻ വരും. നിശ്ചയം വരുമ്പോൾ താഴ്ചയുള്ള നമ്മുടെ ശരീരത്തെ
തന്റെ ശരീരത്തോട് അനുരൂപനാക്കുന്ന ഒരു വലിയ അത്ഭുതം അന്ന് നടക്കാൻ പോകുന്നത്. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. യേശു ആ സമരിയക്കാരി പറഞ്ഞ ആ വാക്ക് ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ തരുന്ന രക്ഷ, ഞാൻ തരുന്ന ജീവൻ, അതാ യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും. നിങ്ങളും ഞാൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഉറപ്പിക്കണം. യേശുവിൽ വിശ്വസിച്ച ഒരാള് ഒരിക്കലും നശിക്കത്തില്ലെന്ന് മാത്രമല്ല, ഈ ലോകത്തിലും നശിക്കത്തില്ല, നിത്യതയിലും നശിക്കാൻ പോകുന്നില്ല. നിങ്ങളും ഞാനും സ്വർഗത്തിൽ കർത്താവിന്റെ കൂടെ എന്നേക്കുമായി വാഴേണ്ടിയവരാ. സ്വർഗീയ സ്ഥലത്ത് ഇപ്പോൾ തന്നെ ഇരുത്തിയിരിക്കുന്നവരാ. വിശ്വസിക്കുന്നവർ മാത്രം ആർത്തു വിളിച്ച് കർത്താവിനെ സ്തോത്രം. ഹല്ലേലൂയ. ഇത്രയും വലിയൊരു പദ്ധതി, ഇത്രയും വലിയൊരു രക്ഷ, ഇത് മുഴുവൻ പഴയ നിയമം നിങ്ങൾ വായിക്കുമ്പോൾ മുഴുവൻ അതിൻ്റെ ഒരു നിഴലായിരുന്നു. അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം പറയുന്നത്, ആ അന്നത്തെ യാഗങ്ങൾ മുഴുവൻ, വരാനിരിക്കുന്ന ആ യാഗങ്ങൾ ആരെയും പെർഫെക്റ്റ് ആക്കിയില്ല, ആരെയും പൂർത്തീകരിച്ചില്ല, സൽഗണ പൂർത്തി വരുത്തിയില്ല. വേദഭാഗം ഒന്ന് വായിച്ചു. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ, വരുവാനിരിക്കുന്നതിന്റെ നിഴലല്ലാതെ, പറഞ്ഞാൽ അതെല്ലാം നിഴലായിരുന്നു. വരാനിരിക്കുന്ന വലിയ പോരിന്റെ നിഴലായിരുന്നു. ഹല്ലേലൂയ. അവിടെ നടന്ന പല കാര്യങ്ങളും ഇറ്റ് വാസ് എ ഷാഡോ ഓഫ് ദ സബ്സ്റ്റൻസ് ദാറ്റ് വാസ് ഗോയിങ് ടു കം. വി ആർ ഇൻ ദ സബ്സ്റ്റൻസ്. നമ്മൾ ആ വാസ്തവത്തിൽ റിയാലിറ്റിയിൽ നിൽക്കുന്ന, അവർ നിഴലിനകത്ത് നിന്നെങ്കിൽ ഇന്ന് പൊരുളായിരിക്കുന്ന ജീവനാകുന്ന അവർ രക്ഷയെക്കുറിച്ച്, രക്ഷ എന്ന് പറയുന്നത് അവർക്ക് താൽക്കാലിക ശരീരത്തിലെ രക്ഷയായിരുന്നെങ്കിൽ, ഇന്ന് ആത്മാവിന്റെ രക്ഷ അനുഭവിക്കുന്ന നിങ്ങളും ഞാനും എത്രമാത്രം അധികം ഭാഗ്യവാനും ഭാഗ്യവതികളുമാ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. പഴയ നിയമത്തിലെല്ലാം രക്ഷ എന്ന് പറഞ്ഞാൽ പ്രശ്നത്തിൽ നിന്നുള്ള രക്ഷയാ. ആത്മാവിന്റെ രക്ഷ അവർക്കില്ല. പഴയ നിയമത്തിലെ നിഴൽ ഒന്നും തന്നെ, വായിച്ചേ, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായതുകൊണ്ട്, സ്വരൂപമല്ലാഞ്ഞതുകൊണ്ട്, ഇറ്റ് വാസ് നോട്ട് നെവർ ദ സബ്സ്റ്റൻസ്. അതുകൊണ്ടാണ് ഈ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലും പറയുന്നത്, ആൻഡ് ദ സബ്സ്റ്റൻസ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം, പെരുന്നാൾ, വാവ്, ശബ്ബത്ത്. വായിച്ചേ, ആ ഭാഗം ഒന്ന് വായിച്ചേ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:16 ആയിരിക്കും. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നതിന്റെ നിഴലത്രേ. അതാ പഴയ നിയമത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും വരാനിരിക്കുന്നതിന്റെ നിഴലായിരുന്നു. എന്നാൽ ദേഹമെന്നതോ, സബ്സ്റ്റൻസ് എന്നുള്ളത്, യാഥാർത്ഥ്യം എന്നുള്ളത് ക്രിസ്തുവിൽ നിന്നുള്ളത്. ഞാൻ വിവാഹം കഴിക്കുന്ന മുമ്പേ അനിയുടെ പടം എൻ്റെ പേഴ്സിനകത്തുണ്ട്, ഇപ്പോഴും ഉണ്ട്. യാത്ര ചെയ്യുമ്പോൾ ആ പടം നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ വീട്ടിൽ വന്നിട്ടും പടം നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, ആള് തന്നെ എൻ്റെ കൂട്ടത്തിലുണ്ട്. പഴയ നിയമത്തിൽ അവർ പടം കണ്ടുകൊണ്ടിരുന്നതാ. പക്ഷെ നിങ്ങളും ഞാനും യഥാർത്ഥമായ ഈ പറയുന്ന രക്ഷകന്റെ കൂട്ടത്തിലാണ് നടക്കുന്നത്. ചേർന്ന് കർത്താവിനെ സ്തോത്രം. ഇറ്റ് വാസ് ജസ്റ്റ് എ ഷാഡോ. മാത്രമല്ല അവരെ വായിച്ചേ, എബ്രായർ 10 വായിച്ചേ. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായതുകൊണ്ട്, ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ അവർക്ക് പെർഫെക്ഷൻ ഇല്ലായിരുന്നു. അവർ പെർഫെക്റ്റ് ആയില്ല. അതിന്റെ കാരണം എന്താ? മനസ്സാക്ഷിയുടെ കറ അവിടെ തന്നെ ഉണ്ടായിരുന്നു. മനസ്സാക്ഷിക്കകത്ത് ഒരിക്കലും ഞാൻ ഒരു കാര്യം പറയാം, ലോകത്തിൽ ഒന്നിനും മനസ്സാക്ഷിയെ ക്ലെൻസ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ നിങ്ങളും ഞാനും ഒരിക്കലായി, യേശുവേ എൻ്റെ ജീവിതത്തിൽ വരണേ, അങ്ങയുടെ രക്തത്താൽ എൻ്റെ പാപങ്ങളെ കഴുകണമേ എന്ന് പറഞ്ഞ സെക്കൻഡ് കഴിഞ്ഞ് എൻ്റെ മനസ്സാക്ഷി തൻ്റെ രക്തത്താൽ കഴുകി
സൽഗുണ പൂർത്തി വന്നത് കൊണ്ട്. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. പക്ഷെ ഇന്ന് നമുക്കൊരു കാര്യം പിടികിട്ടി, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. നമ്മൾ സൽഗുണ പൂർത്തി പ്രാപിച്ചവരാ. അത് നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, തൻ്റെ രക്തത്താൽ എന്നേക്കുമായിട്ടുള്ള ഒരു വലിയ വീണ്ടെടുപ്പ് നൽകിയത് കൊണ്ട്. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. Nothing made us perfect. അതാണ് അവിടെ എഴുതുന്നത്. വരുന്നവർക്ക് ആർക്കും സൽഗുണപൂർത്തി വന്നില്ല. പിന്നെ സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം, ഒരിക്കൽ ശുദ്ധി വരുന്നതിന് ശേഷം പാപങ്ങളെ കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായക കൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നുപോകയില്ലയോ? വിശ്വാസികളിൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ എത്രയോ വിശ്വാസികളുണ്ട്. തോമസ് പ്രകാരം ഒക്കെ ഞങ്ങൾക്ക് ഫോൺ വരുന്നതിനകത്ത് ഞങ്ങളുടെ കുറവ് കൊണ്ടാണോ, എൻ്റെ കാര്യം ശരിയാകാത്തത് കുറവ് കൊണ്ടാണോ? കുറവാണെങ്കിൽ എല്ലാം മൊത്തത്തിൽ കുറവാണ്. ഇവിടെ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ ആരും പെർഫെക്റ്റ് അല്ല. അതാണ് പൗലോസ് തന്റെ ലേഖനത്തിൽ പറയുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മളെല്ലാവരും ഇന്നും പഴയ പാപത്തിൽ തന്നെയാ കിടക്കുന്നത്. എന്നാൽ അവൻ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി, തൻ്റെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ട്, തനിക്ക് പെർഫെക്ഷൻ ലഭിച്ചു കഴിഞ്ഞിരിക്കുക. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. മനസ്സിന്റെ അകത്തൊരു ഉറപ്പുണ്ട്. ധൈര്യമായി കൃപാസിംഹാസനത്തിന്റെ മുൻപാകെ ഏത് സമയത്തും എനിക്ക് ചെല്ലാം. എന്നെ സ്നേഹിക്കുന്നവൻ, എനിക്ക് വേണ്ടി മരിച്ചവൻ, അവൻ ഉയർത്തെഴുന്നേറ്റതോടെ I am being made perfect in Jesus. പഴയ നിയമം വരുവാനിരിക്കുന്നതിന്റെ നിഴലായിരുന്നു. അതുപോലെ തന്നെ രക്ഷ എന്ന് പറയുന്നതിന്റെ പഴയ നിയമത്തിലെ നിഴലായിരുന്നു ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്നും വിടുവിച്ചത്. ഇസ്രായേൽ ജനതയെ മിസ്രൈമിന്റെ അടിമത്വത്തിൽ കിടക്കുമ്പോൾ വാസ്തവത്തിൽ അവർക്ക് അത് തൃപ്തിയോടെയുള്ള പരിപാടിയായിരുന്നു. കാര്യം അവിടെ അവർ തൃപ്തരായിരുന്നു. കാര്യം പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ പോലും. എന്നാൽ കർത്താവിൻ്റെ സമയമായപ്പോൾ അവരെ അവിടുന്ന് വീണ്ടെടുക്കാൻ, അല്ലെങ്കിൽ അവിടുന്ന് പുറപ്പെടുവിക്കാൻ ഒരു പദ്ധതി ഒരുക്കി. അവർ പറഞ്ഞതുകൊണ്ടല്ല, കർത്താവിൻ്റെ സമയമായപ്പോൾ പുറപ്പെടുവിക്കാൻ അവരെ തയ്യാറായപ്പോൾ ലക്ഷ്യം കനാൻ ദേശമാണ്. പാലും തേനും ഒഴുകുന്ന സ്ഥലം. അവർക്ക് ഒന്നിനും അവിടെ കുറവരുത്തില്ല. സമാധാനം, സ്വസ്ഥത എല്ലാം ഉള്ള സ്ഥലമാണ്. എന്നാൽ ആ യാത്രയുടെ മധ്യത്തിൽ, ആ യാത്ര മരുഭൂമിയിലൂടെ യാത്ര, ആ യാത്രയിൽ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ആ യാത്രയിൽ അവരുടെ വസ്ത്രം ജീർണിച്ചില്ല, അവരുടെ ചെറുപ്പ് തേഞ്ഞു പോയില്ല. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നതെങ്കിലും പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി അവരെ നടത്തുന്നു. വെള്ളം വേണ്ടിയപ്പോൾ പാറ പിളർന്നു. പാറ പിളരുക എന്ന് പറയുന്നത് ചെറിയ പാറയല്ല. ഇത് ചരിത്രമാ, ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആ സ്ഥലം പോകണം. സൗദി അറേബ്യയിൽ ആ സ്ഥലം ഇന്നുണ്ട്. സൗദി അറേബ്യയുടെ ബോർഡറില്ല ആ സ്ഥലം. ഞാൻ പറഞ്ഞു വരുന്ന സാരം, നിങ്ങളും ഞാനും വിശ്വസിച്ചിരിക്കുന്ന കർത്താവ് സൂപ്പർ നാച്ചുറൽ പ്രൊവിഷനോടെ ആ ഭൂമിയിൽ നടത്തുന്നു. വിശ്വാസി എന്ന് പറയുന്ന ആളുടെ ഉള്ളിൽ ചിന്താകുലമില്ല, ഭയമില്ല, ടെൻഷനില്ല. തന്നെ സംബന്ധിച്ചുള്ള ഒരു കാര്യം അറിയാം, വിളിച്ചിറക്കിയവൻ എത്തിക്കേണ്ടിടത്ത് എത്തിക്കും, ജയത്തോടെ എത്തിക്കും. ഈ ലോകം നമ്മുടെ സ്ഥിരതാമസമല്ല, നമ്മുടെ സ്ഥലം അവനോട് കൂടെ എന്നേക്കും വാഴാനുള്ള സ്ഥലമാ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. കഥ വിശ്വസിച്ചിറങ്ങിയവരല്ല. അതുകൊണ്ട് പത്രോസിന്റെ ലേഖനത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നത്, ചില നിർമ്മിത കഥകൾ കണ്ടിറങ്ങിയവരല്ല. വി ആർ ദ വിറ്റ്നസ് ഓഫ് ഹിസ് മജസ്റ്റി. ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ സാക്ഷികളാണ്.
ഹല്ലേലൂയ. ഞങ്ങൾ വെറുതെ നിങ്ങളോട് കെട്ടുകഥ പറയല്ല, മഹത്വത്തിന്റെ സാക്ഷിയ. പത്രോസിന്റെ ഓർമ്മ വരുന്നത് ആ മരരൂപ മലയിൽ പത്രോസിന്റെ കൺമുമ്പിൽ യേശു എല്ലാത്തിനേക്കാളും വിളങ്ങുന്നത് കണ്ട ആ സാക്ഷിയ. യോഹന്നാൻ പറയുമ്പോൾ പറയുന്നത് ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതുമായ. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, ജീവിതത്തിന്റെ ഒരു കാര്യത്തിലും നിങ്ങൾ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവങ്ങളിലേക്കൊന്ന് ഇട്ടുകൊടുത്തത് നിങ്ങളെ എത്ര വലിയൊരു രക്ഷയ്ക്ക് തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. മക്കളുടെ കാര്യം എന്തായി തീരും, സാമ്പത്തിക കാര്യം എന്തായി തീരും, ഭാവി എന്തായി തീരും എന്ന് വെച്ചാൽ നിങ്ങളല്ല ഇത് ആരംഭിച്ചത്. വചനം പറയുന്നത് അവൻ ആരംഭിച്ചെങ്കിൽ, അവൻ ഇറക്കിയെങ്കിൽ, വിശ്വാസത്തിൽ ഇറക്കിയെങ്കിൽ നിങ്ങളെ മാത്രമല്ല തലമുറകളുടെ ഉത്തരവാദിത്വം എന്റെ നാഥൻ എടുത്തിട്ടുണ്ട്. അത് മറ്റാരുമല്ല, സർവശക്തനായ ദൈവം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നവൻ, മരിച്ചതിന് ജീവൻ കൊടുക്കുന്നവൻ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആർത്തുവിളിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്ത് എല്ലാ ചിന്തകളെയും വെള്ളിയിലിട്ടിട്ട് പറയണം, എന്റെ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും നിശ്ചയം. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമല്ലേ കേട്ടത്? കർത്താവ് നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ തന്നെ കർത്താവ് പറഞ്ഞല്ലോ, വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. അവർ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും സ്വർഗസ്ഥനായ പിതാവ് അത് നിങ്ങൾക്ക് നൽകി തരും എന്നൊക്കെ കർത്താവ് വാക്ക് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് രോഗികളെ മുഴുവൻ പേരെയും എൻ്റെ യേശു സൗഖ്യമാക്കും. അതുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് വേണം ഈ പ്രാർത്ഥനയിൽ കൂടുവാൻ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരിക. അങ്ങയുടെ സാന്നിധ്യം ഇന്ന് ഞങ്ങളോട് കൂടെ ഉള്ളതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ മുഴകൾ ഇപ്പോൾ തന്നെ അപ്രത്യക്ഷമാകട്ടെ. ഗർഭപാത്രത്തിനകത്തെ മുഴകൾ ഇപ്പോൾ തന്നെ അപ്രത്യക്ഷമാകട്ടെ. വന്ധ്യതയുടെ ദുഷ്ടസ്വാധീനത്തെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിച്ച് പുറത്താക്കുന്നു. കർത്താവെ, തലമുറയുടെ അനുഗ്രഹം ഇപ്പോൾ തന്നെ ആ മക്കളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് വേവലാതിപ്പെടുന്ന വ്യക്തികളുണ്ട്. അവർക്ക് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരുടെ ജോലിക്ക് വേണ്ടി ഒക്കെ അവർ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ, നല്ല ജോലികൾ അവർക്ക് ലഭിക്കട്ടെ, വിദേശത്തേക്ക് പോകാനുള്ള തടസ്സങ്ങൾ ഇപ്പോൾ തന്നെ മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ രോഗികളായി വന്നവർ, ഡയബറ്റീസ് രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. പ്രഷർ രോഗികൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ക്യാൻസർ രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ശരീരത്തിൽ വേദനകളുണ്ട് കർത്താവെ, കണ്ണിന് കാഴ്ച തകരാറുണ്ട്, ചെവിക്ക് കേൾവി തകരാറുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇവർ സൗഖ്യമാകട്ടെ. പിതാവെ, അവിടുന്ന് അത്ഭുത സൗഖ്യം നൽകിയിരിക്കാൻ നന്ദി പറയുന്നു. അത്ഭുത വിടുതലുകൾ സംഭവിച്ചിരിക്കാൻ നന്ദി. സാമ്പത്തികമായി തകർച്ചകൾ മാറിപ്പോകട്ടെ. എല്ലാ കടഭാരങ്ങളും മാറട്ടെ. അതിന് സാമ്പത്തിക വരുമാനത്തിൻ്റെ പുതുവഴികൾ തുറക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മുഴകൾ അവിടെയില്ല, വേദന മാറിക്കഴിഞ്ഞു. നാളുകളായിട്ടുള്ള തലവേദന കർത്താവ് സൗഖ്യമാക്കി. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴും തലവേദനയായിരുന്നു, എന്നാൽ ഇപ്പോൾ ആ തലവേദനയില്ല. അത് പൂർണ്ണ സൗഖ്യം കർത്താവ് തന്നിരിക്കുക. മൈഗ്രെയിൻ തലവേദന കർത്താവ് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരം പരിശോധിച്ച് നോക്കണം. നിങ്ങൾക്ക് ആ സൗഖ്യം തിരിച്ചറിയുവാൻ കഴിയും. അതറിഞ്ഞാൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറുകളിൽ വിളിച്ച് ഞങ്ങളെ ആ സാക്ഷ്യം അറിയിക്കണം. അതുകൂടാതെ തുടർന്നും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറുകളിൽ വിളിക്കാൻ മടിക്കരുത്. നമുക്ക് നാളെ വീണ്ടും കാണാം. ഇതേ ചാനലിൽ ഇതേ സമയത്ത് വീണ്ടും കാണും വരെയും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. ഞാൻ നിങ്ങളെ എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു.